അവിടെ ആര്യാടൻ ഷൗക്കത്താണ് നിൽക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ കുറഞ്ഞ വാക്കുകൾ ഇപ്പോ ആര്യാടൻ ഷൗക്കത്ത് വിഴുങ്ങും. സ്മൃതി, ആര്യാടൻ ഷൗക്കത്ത് എന്താ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത്? ഇവിടെ എല്ലാവരും വിഴുങ്ങും പിന്നെയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നു. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും ഒരൊറ്റ വാചകമേ പറഞ്ഞിട്ടുള്ളൂ സ്വരാജ്. അന്നും ഇന്നും ഒരൊറ്റ വാചകമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ വർഗീയ കക്ഷികൾ എന്ന് പറയുന്നത് മനുഷ്യരായി ഞങ്ങൾ കണക്കാക്കുന്നില്ല, വർഗീയത പറയുന്ന മനുഷ്യരെ മനുഷ്യരായി കണക്കാക്കുന്നില്ല, ഞങ്ങൾക്ക് നല്ല മനുഷ്യരുടെ വോട്ട് മതി എന്ന് പറയുമ്പോൾ ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരാൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, ഇതൊരു വർഗീയ കക്ഷിയാണ് എന്ന നിലപാടെടുത്ത, യോജിച്ചു പോകാൻ കഴിയില്ല എന്ന നിലപാടെടുത്ത ഒരാൾ അത് വിഴുങ്ങി നിൽക്കുന്നു. ഇവരിൽ ആരെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ചാ വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടു സം അപ്പ് 4 പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളും പറയാം. ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ വാചകം ടു കോട്ട്, ISS ഉൾപ്പെടെയുള്ള ലോകത്തെ സർവ്വ തീവ്രവാദ സംഘടനകളുടെയും മാതൃപ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അബൂബക്കർ ബാഗ്ദാദി ഉൾപ്പെടെയുള്ള ആഗോളതലത്തിൽ തന്നെ മുഴുവൻ ഭീകരരുടെയും ആശയ സ്രോതസ് ജമാഅത്തെ സ്ഥാപകൻ അബുൽ ആല മൗദൂദിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ പ്രസാധക സ്ഥാപനമായ ഇസ്ലാമിക് പബ്ലിഷ് ഹൌസ് ഭീകരവാദം പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്താണ്. ഷൗക്കത്തിന്റെ പിതാവ് ഇനി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ഞാൻ വായിച്ചത് അവസാനിപ്പിക്കാം. ആര്യാടൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു കാലത്തും കോൺഗ്രസ് സന്ധിയാവില്ല. അങ്ങനെ എന്നെങ്കിലും അത് സംഭവിച്ചാൽ അത് കോൺഗ്രസിന്റെ അന്ത്യമായിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ സ്മൃതിക്ക്?